ഹലോ, ഇന്ന് നമ്മൾക്ക് ലുംബിനി പാർക്കും ഹുസൈൻ സാഗറിലേക്കും എക്സ്പ്ലോർ ചെയ്യാം. ലുംബിനി പാർക്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഫൗണ്ടൻ പ്ലസ് പൂള് തന്നെയാണ്. അതിൽ കണ്ടമാനം കുട്ടികൾ കളിക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ ഇറങ്ങിയില്ല. എന്താ വെച്ചാൽ നല്ല ക്ലോറിൻ്റെ മണം ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. കുഞ്ഞുമാവനെയും കൊണ്ട് ചെല്ലണമല്ലേ. പക്ഷെ അതൊരു നല്ല രസമാണ് കേട്ടോ കാണാൻ തന്നെ. കണ്ടമാനം റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. അതേപോലെ ഈ ചാനലിൽ ന്യൂ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. ഞങ്ങളും കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. കുഞ്ഞുമാവനെയും കൂടെ ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ പോയില്ല, ഭയങ്കര ക്ലോറിൻ്റെ മണം കാരണം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുമായിരുന്നു. എന്നാൽ കാണാൻ എന്ത് രസമായിരുന്നറിയോ, മുകളിൽ കൂടി ഇങ്ങനെ വെള്ളമൊഴുകി വരുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ ചേട്ടനും പറയുണ്ടായി കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ ഭയങ്കര ക്ലോറിൻ്റെ മണമാണെന്ന്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കാഴ്ച തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് പ്ലേ സ്റ്റേഷൻ ഉള്ളത്. ഫുള്ള് പ്ലേ ഗ്രൗണ്ട്, പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഒരേ ആക്ടിവിറ്റീസിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടി. വെയിലുള്ള സമയം കാരണം കാര്യമായിട്ട് ആരും അങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞോടെ ഇവിടെ ഫുള്ള് തിരക്കായിട്ടോ. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പോലത്തെ റൈഡ്സ് ഒക്കെ ഉണ്ട്. അതിൽ സെപ്പറേറ്റ് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഹുസൈൻ സാഗർ ലേക്ക്. ഹൈദരാബാദിൽ വന്ന ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇതിനെ നമ്മൾ ടാങ്ക് ബങ് എന്നും കൂടെയും പറയും. ഈ ലേക്ക് മാൻമെയ്ഡ് ലേക്കാണെന്ന് പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയോ ഇത് ഉണ്ടാക്കിയത്? ഹൈദരാബാദിൽ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു. അത് നികത്താൻ വേണ്ടിയായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഈ ലേക്കിൽ നമുക്ക് പലതരം ബോട്ടിങ് ചെയ്യാം. പിന്നെ ജങ്കാർ സർവീസൊക്കെ ഉണ്ട്. ഈ ലേക്കിൻ്റെ ഒത്ത നടുക്കായത്തൊരു വലിയ ബുദ്ധൻ്റെ മൂർത്തിയുണ്ട്. എന്ത് രസമാണെന്നറിയോ കാണാൻ. അവിടെ നമുക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് പോകണമെങ്കിൽ ഈ ഫെറി കയറിയിട്ട് വേണം നമ്മൾക്ക് പോകാൻ. അതിൻ്റെ ടിക്കറ്റ് ചാർജ് എടുത്തിട്ട് നമ്മൾക്കതിൽ പോകേണ്ടി വരും. ബുദ്ധൻ്റെ അവിടെ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയോ. രാത്രിയിൽ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് സന്ധ്യാനേരത്ത് വരുന്നതായിരിക്കും രസം. എന്നാലോ ഇതൊക്കെ ഉച്ച നേരത്തോ അങ്ങനെ വലിയ ഇതുണ്ടാവില്ല. പക്ഷേ സന്ധ്യാനേരത്ത് ചെല്ലുമ്പോൾ ഭയങ്കര സൂപ്പറായിരിക്കുള്ളൂ. നമുക്കപ്പോൾ ഫുള്ള് പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നാലോ. അങ്ങനെ ഞങ്ങളും ബുദ്ധൻ്റെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയി. അരമണിക്കൂറിൽ ഒരു ബോട്ട്, ആ രീതിയിലായിരുന്നു. കുറച്ച് വെയിറ്റിംഗ് വേണ്ടി വന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ബോട്ട് ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു അടുത്ത സർവീസ് വന്നത്.
അങ്ങനെ ഞങ്ങൾക്കും ബോട്ട് സർവീസ് കിട്ടിയിട്ട് ഞങ്ങളും യാത്ര തുടങ്ങി. നമ്മൾക്ക് ആ ബോട്ടിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അംബേദ്കർ സ്റ്റാച്ചു കാണാം. ഒരു വലിയ ഫ്ലാഗ് ഉണ്ട്, അത് തെലുങ്കാന സെക്രട്ടേറിയറ്റിൽ വെച്ചതാണ്. തെലുങ്കാന സെക്രട്ടേറിയറ്റും കാണാം. എല്ലാവരും നമുക്ക് അവിടെ കാണാം. എന്താ വെച്ചാൽ എല്ലാവരും അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് തന്നെയാണ്. ഹൈദരാബാദിൽ വരുമ്പോൾ ഈ വക പ്ലേസസ് എല്ലാം നിങ്ങൾ ലിസ്റ്റിൽ വെക്കുക. എന്തായാലും കാണാം. സൂപ്പർ പ്ലേസുകളാണ്. മിക്ക പ്ലേസും നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, എന്നാലും നമുക്ക് പുറത്തേക്കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. തെലുങ്കാന സെക്രട്ടേറിയറ്റൊക്കെ എന്ത് ഭംഗിയാണെന്ന് രാത്രി കാണാൻ. ഞങ്ങൾ അവിടെ കയറി അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യാനേരമൊക്കെ ആയി തുടങ്ങിയിരുന്നു. അപ്പം തന്നെ ഒരു സൂപ്പർ എഫക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാം കാണാനൊക്കെ. അപ്പോഴേക്കും കുറേയൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞാവ് ആകെ ആവശ്യതയാവാൻ കരഞ്ഞൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എന്ത് രസമാണെന്നറിയോ, നല്ല ഒത്ത നടുക്കായിട്ട് നല്ല സ്പേസ് ആയിട്ട് നല്ല വലിയ പ്രതിമ തന്നെയായിരുന്നു. കണ്ടമാനം ആൾക്കാർ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൊത്തുപണികളും ഒക്കെ ആയിട്ട് വെച്ചിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ചു പോയപ്പോഴേക്കും ഫുള്ള് സന്ധ്യയായി. അതുമല്ല പെട്ടെന്ന് അവിടെ ഇരുട്ടുമായി. അപ്പോഴേക്കും നോക്കിയപ്പോൾ അംബേദ്കർ സ്റ്റാച്യു, പിന്നെ അതേപോലെ സെക്രട്ടേറിയറ്റൊക്കെ പലതരം ലൈറ്റിംഗ് ആയിട്ട് എന്ത് രസമായിരുന്നെന്നോ. ഇത് മാർട്ടിയേഴ്സ് മെമ്മോറിയൽ ഒക്കെ എന്തു ഭംഗിയായിരുന്നെന്നോ കാണാൻ. സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ലുംബിനി ഗാർഡൻ്റെ മെയിൻ എൻട്രൻസ് വരാം. അപ്പോൾ രാത്രി ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. ഇവിടെ നിന്ന് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ലല്ലോ, പക്ഷെ പുറത്ത് നിന്ന് നല്ലപോലെ നമുക്ക് കണ്ട് ഫോട്ടോസും ഒക്കെ എടുക്കാം. എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ലേസർ ഷോയും കൂടെയും കാണാൻ തരപ്പെട്ടിട്ട് വേണം വരാൻ. അപ്പോൾ അതനുസരിച്ച് വേണം. ഞങ്ങളും ലേസർ ഷോന് പിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് മാത്രമേ ലേസർ ഷോ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോഴേക്കും അവർ കുറേ പാട്ടുകളൊക്കെ വെച്ചൊക്കെ ഇങ്ങനെ തന്നിരുന്നു നമുക്കിങ്ങനെ കേൾക്കാൻ. ഞങ്ങളപ്പോൾ ചേട്ടൻ കുഞ്ഞുമോനെ കിടന്ന് കുറേ ആ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിരുന്നു. അവനും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഒരു ബുദ്ധിമുട്ട് അപ്പോഴേക്കും തണുപ്പായി തുടങ്ങി. നല്ല തണുപ്പും ഉണ്ടായി. കൊതുകോ അങ്ങനത്തെ ശല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറേ പോപ്കോൺ, ഷുഗർ ക്യാൻഡി, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ നമ്മൾക്ക് ഐസ്ക്രീംസ്, ചായ ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കനെ സീറ്റെല്ലാം ഫുള്ളായപ്പോൾ ലേസർ ഷോ തുടങ്ങി. ലേസർ ഷോ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ പറയാൻ പറ്റില്ല, അപാര ലേസർ ഷോ തന്നെയായിരുന്നു. സൂപ്പറായിരുന്നു. നമുക്കിങ്ങനെ കണ്ണെടുക്കാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. ലേസർ ഷോ മാത്രമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ലേസർ ഷോ ആയിട്ട് കാട്ടുന്നത് ഹൈദരാബാദിൻ്റെ ഫുള്ള് ചരിത്രമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്